എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നെയ്യപ്പം. നെയ്യപ്പം എന്ന് പറഞ്ഞാൽ സാധാ നെയ്യപ്പം അല്ല കേട്ടോ, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് ഒരു നല്ല നാടൻ നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ 3/4 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ റേഷൻ കടയിൽ നിന്ന് ഇപ്പോൾ കിട്ടാറുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ. അപ്പോൾ ആ ഗോതമ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. 2 ഉണ്ട ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരുക്കാൻ ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്ലേറ്റിൽ നമ്മൾ നെയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത തേങ്ങാക്കൊത്തുകളാണ്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഏലക്ക, എള്ള്, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, അതേപോലെ തന്നെ റവ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായി നമുക്ക് വറക്കാൻ വേണ്ടി എണ്ണ. നമ്മൾ എടുത്ത് വെച്ച നുറുക്ക് ഗോതമ്പ് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ടായിരുന്നു. വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഒരു പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ എളുപ്പത്തിന് 2 പ്രാവശ്യമായിട്ട് വേഗം അടിച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുത്തതൊരു പേസ്റ്റ് രൂപത്തിലാക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് നീണ്ടു പോകാൻ പാടില്ല. നമുക്കത് കഴിഞ്ഞിട്ട് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഉപയോഗിച്ചത് ഒന്ന് അരച്ചെടുക്കണം. നമുക്കിപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അരഞ്ഞു കിട്ടിയതൊന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് നോക്കണം. എന്നിട്ട് അത് നമ്മുടെ ഏത് പാത്രത്തിലേക്കാണ് ഇടേണ്ടത് ആ പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റണം. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ മാത്രമേ ആകാവുള്ളൂ. കൂടുതൽ വെള്ളം നീണ്ടുപോയാൽ നമുക്കതിൻ്റെ ഷേപ്പ് കിട്ടില്ല, അതേപോലെ തന്നെ ശരിയാവത്തില്ല. ഇതേ സമയം തന്നെ ഞാൻ അടുപ്പിൽ നമ്മൾ എടുത്ത് വെച്ച ശർക്കര പാനിയാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഒരുപാട് വെള്ളം നീണ്ടു പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതെല്ലാം ഡൈല്യൂട്ട് ചെയ്യുന്നത് ഒരുമിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശർക്കര നന്നായിട്ട് പാനിയാക്കണം. ശർക്കര ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു പാനി രൂപത്തിലാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമ്മൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മധുരമൊക്കെ നല്ല ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കര പാനി നന്നായിട്ട് കട്ടിയായിട്ട് ഉണ്ടാക്കിയാൽ മതി. വേറെ നമ്മൾ മധുരത്തിനകത്തൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ശർക്കരയാണ് ഞാനത് കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല മധുരം കിട്ടും നമുക്ക് നെയ്യപ്പത്തിന്. തിളച്ച് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റൗവ്. ഓഫ് ചെയ്ത ശർക്കര നമുക്ക് അതേ ചൂടോടെ തന്നെ നമുക്ക് ഈ മാവിലേക്ക് നമുക്ക് ഒഴിക്കാവുന്നതാണ്. കട്ട കെട്ടിപ്പോകുന്നൊന്നും ആരും പേടിക്കണ്ട. ഡയറക്റ്റ് നമുക്കതിലേക്ക് ഈ ചൂടോടെ തന്നെ ഒഴിക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, നല്ല ചൂടോടെ തന്നെ ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഒന്ന് അരിപ്പ വെച്ച് നമ്മൾ അരിച്ചാണ് ഒഴിക്കുന്നത്, കാരണം ശർക്കരയ്ക്കകത്ത് എപ്പോഴും കല്ലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒന്ന് അരിച്ചിട്ടാണ് ശർക്കര അതിനകത്തേക്ക് ചേർക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഞാൻ മുഴുവനായിട്ട് ഒറ്റയടിക്ക് ആഡ് ചെയ്യുന്നില്ല, പതുക്കെയാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശർക്കര ചേർത്ത് കൊടുത്ത് പുറകെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എള്ളും നമ്മൾ എടുത്ത് വെച്ച തേങ്ങ കൊത്തുകൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ എടുത്ത് വെച്ച ഏലക്ക നമ്മൾ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിപ്പൊടിയും റവയും മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ ബാറ്റർ ശരിയാകാൻ വേണ്ടിയാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കുറുകുന്ന പരുവത്തിൽ, നമ്മൾ ശരിക്കും ദോശമാവിൻ്റെ അതേ പരുവത്തിൽ കിട്ടിയാൽ മാത്രമേ ഇത് റെഡി ആവത്തുള്ളൂ. ആ ബാറ്റർ ശരിയായില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന നെയ്യപ്പവും റെഡിയാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പാകത്തിന് തന്നെ നമ്മളിത് ചെയ്യണം. കുറച്ച് നീണ്ടു പോലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അരിപ്പൊടിയും റവയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അരിപ്പൊടി കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നെയ്യപ്പം നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിന് എണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ നമ്മളൊരു ചട്ടിയിലേക്ക്, നല്ല കട്ടിയുള്ളൊരു ചട്ടിയിലേക്ക് നമ്മൾ ഒഴിക്കണം.
അപ്പോൾ നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ ബാറ്ററിനെ ഒഴിക്കുകയാണ്. ഒരു തവി ഞാൻ ഒഴിക്കുകയാണ്, നന്നായിട്ട് നിറച്ചൊരു തവി ഒഴിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഒരു സൈഡ് നമ്മൾ വേകുന്ന കൂടെ തന്നെ നമ്മൾ എണ്ണ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുമ്പോൾ വേഗം തന്നെ നമുക്കത് ഫ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് നോക്കണം. ഇപ്പോൾ എണ്ണ കുറഞ്ഞു പോയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അടിയിൽ പിടിക്കുന്നത്. എന്തായാലും അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടണം. അപ്പോൾ ആ സൈഡ് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ, നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ച് ഓരോന്നോരോന്നായിട്ടാണ് ഞങ്ങൾ ചെയ്തെടുത്തത്. നമുക്ക് ഒന്നിച്ച് തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫുൾ ബാറ്ററും ഒഴിച്ചെടുക്കണം. എനിക്കിപ്പോൾ 3/4 കപ്പ് കൊണ്ട് 8 എണ്ണമാണ് കിട്ടിയത്, 8 നെയ്യപ്പാണ് കിട്ടിയത്. നമുക്ക് കൂടുതൽ എടുക്കുകയാണെങ്കിൽ, ഗോതമ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കാം, 5 മിനിറ്റ് പോലും വേണ്ട ശരിക്കും പറഞ്ഞത് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്യപ്പം. നമുക്കിപ്പോൾ 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. 3/4 കപ്പ് കൊണ്ട് 8 നെയ്യപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഷേപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പാണ്. ഒരെണ്ണെടുത്ത് തൊട്ട് നോക്കി തന്നെ അറിയാം, നല്ല സോഫ്റ്റാണ് സാധനം. ഇപ്പോൾ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി നെയ്യപ്പം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഇതിൻ്റെ താഴെ നിങ്ങൾ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നെയ്യപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.